ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ മത്സരത്തിലാണ് നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയത്. ഇന്ന് ബ്രസീൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം കളിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നെയ്മർ ഉണ്ടാവില്ല എന്നുള്ളത് മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പകരക്കാരന്റെ വേഷത്തിലായിരിക്കും നെയ്മർ ഇറങ്ങുക. അങ്ങനെ നെയ്മർ ജൂനിയർ നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. സമീപകാലത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരമാണ് നെയ്മർ. പ്രത്യേകിച്ച് ബ്രസീലിൽ നിന്ന് തന്നെ നെയ്മർക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അത്തരത്തിൽ വിമർശിക്കുന്നവരുടെയും അതുപോലെ തന്നെ സംശയിക്കുന്നവരുടെയും വായടപ്പിക്കാനുള്ള ഒരു അവസരമാണ് നെയ്മർക്ക് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് എന്നാണ് ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡോ നസാരിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. 2002-ൽ തനിക്ക് ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുകൂടി റൊണാൾഡോ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നെയ്മറിൽ വിശ്വാസം അർപ്പിക്കാത്ത ഒരുപാട് പേർ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ വിമർശിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാം വായ അടപ്പിക്കാനുള്ള അവസരമാണ് നെയ്മറിൽ വന്നു ചേർന്നിരിക്കുന്നത്. 2002-ൽ എനിക്ക് ഇതേ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ തിരിച്ചു വന്നു. ഞാൻ പൂർണ്ണമായും ഇപ്പോൾ നെയ്മർക്കൊപ്പമാണ്. ഇതാണ് റൊണാൾഡോ നസാരിയോ പറഞ്ഞിട്ടുള്ളത്. നെയ്മർക്ക് ഒരു പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാലമായി പരിക്കിന്റെ പ്രശ്നങ്ങൾ അലട്ടുന്ന താരമാണ് നെയ്മർ ജൂനിയർ. അതിൽ നിന്നൊക്കെ മുക്തനായിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. പക്ഷെ മുഴുവൻ സമയവും കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹം ഇപ്പോഴും വീണ്ടെടുത്തിട്ടില്ല എന്നാണ് കാർലോ ആഞ്ചലോട്ടി വിശ്വസിക്കുന്നത്. ടീമിനോടൊപ്പം ഇണങ്ങിച്ചേരാൻ ആവശ്യമായ ഒരു സമയം നെയ്മർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കാർലോ ആഞ്ചലോട്ടി സ്റ്റാർട്ടിംഗ് 11-ൽ നിന്നും നെയ്മർ ജൂനിയറെ മാറ്റി നിർത്തുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.